ഹായ്, കെ പി എസ് വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഇപ്പോൾ ലോകം മുഴുവൻ സിഗ്മ ഒരു മൈൻഡ് സെറ്റിന് പിറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് അടുത്തത് എന്നതാണ്. അതായത് അവർക്ക് മറ്റൊരാൾ പറഞ്ഞ് അതനുസരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ നിയമങ്ങൾ വെച്ച് അവരുടെ രീതിയിൽ തന്നെ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കണം എന്നതാണ് അവരുടെ മോഹം. അപ്പോൾ അത്തരമൊരു മൈൻഡ് സെറ്റ് പുതിയ ജനറേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ആളുകളെ ഒരു ആരാധനാമൂർത്തിയായി കാണാനുള്ള ടെൻഡൻസി ഇവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരം മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ നമ്മൾ ലോൺ വൂൾഫ് മൈൻഡ് സെറ്റ് എന്ന് പറയും. അതായത് ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്താതെ ഒറ്റയാനായിട്ട് നിൽക്കുന്ന പ്രത്യേക രീതിയിലുള്ള മൈൻഡ് സെറ്റ്. ഒറ്റയ്ക്ക് നിന്നാൽ മാത്രം പോരാ, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ലീഡ് ചെയ്യാനും ഇവർക്ക് സാധിക്കണം. അതായത് സ്വയം തനിയെ നിൽക്കുകയും മറ്റുള്ളവരെ അവർ പോലും അറിയാതെ അവരുടെ ഹീറോ ആയി മാറാനുള്ള ഒരു കഴിവ് ഇവർക്ക് വേണം എന്നതാണ്. ഇത്തരം ഒരു യുണീക്ക് മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഈ പറയുന്ന സവിശേഷതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഈ മൈൻഡ് സെറ്റിന് ഉടമയാണ് എന്നതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ ടെക്നിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആൽഫാസ് ആയിരിക്കും. അതായത് ഇവർ കാര്യങ്ങളെ നേരിട്ട് അതിൽ ഒരു തീരുമാനമുണ്ടാക്കി അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. പക്ഷേ അതിനൊരു ഹെഡ് ഓൺ അറ്റാക്ക് ആയിട്ടായിരിക്കില്ല ഇവരെടുക്കുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു തടസ്സത്തെ ഇടിച്ചു നിരത്തി പോകുന്നതിനേക്കാൾ സമർത്ഥമായി അതിനെ നേരിടുക, സ്മാർട്ടായിട്ട് കളിക്കുക, സ്ട്രോങ് ആയിട്ട് കളിക്കുന്നതിനേക്കാൾ. ഇതാണ് ഇവരുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലെ ചില പ്രധാന സവിശേഷതകളിലേക്ക് പോകാം. ഒന്നാമത്തേത്, ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ട്രെൻഡുകളിൽ വലിയ മീനിങ് തോന്നാറില്ല എന്നാണ്. ഈ സമൂഹം എപ്പോഴും ട്രെൻഡുകൾക്ക് പിറകെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. സംഭവിക്കുന്ന കാര്യങ്ങളെ അന്ധമായിട്ട് അനുകരിക്കാനുള്ള ഒരു പ്രവണത എന്നും സമൂഹത്തിനുണ്ട്. അത്തരം അനുകരണത്തിനോട് ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അവരെപ്പോഴും ഇതിനെ ഒരു മീനിങ്ലെസ് ഗെയിമായിട്ട് നിൽക്കുള്ളൂ. ഇങ്ങനെയുള്ളവർ ക്ലാസിക്കായിട്ടുള്ള കാര്യങ്ങളെയാണ് എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ ചിന്താഗതികളായിക്കോട്ടെ, അവരുടെ കാഴ്ചപ്പാടുകളായിക്കോട്ടെ, ഇതൊക്കെ എന്നും കാലാതീതമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നതാണ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ സൗഹൃദങ്ങളാണ്. ഇവർ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളാണ് ഉണ്ടാക്കുക. ഇത്തരം ബന്ധങ്ങളുടെ ആഴങ്ങളുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ ഇവരോട് പറയാറുണ്ട്. അതായത് ഞാനൊരു ലോൺ വൂൾഫ് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ എൻ്റെ സൗഹൃദങ്ങളിലുള്ള ആളുകളെല്ലാവരും അവരുടെ സീക്രട്സ്, ആരും അറിയാതെ അവർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ എന്നോട് പറയും. അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും. അവരുടെ പേഴ്സണലായിട്ട് അവർ അനുഭവിക്കുന്ന ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ആങ്സൈറ്റികൾ, അവരുടെ ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം എന്നോട് പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇത്തരം ലോൺ വൂൾഫ് മൈൻഡ് സെറ്റുള്ള സിഗ്മ മൈൻഡ് സെറ്റുള്ള ആൾക്കാരും തന്നെ രഹസ്യങ്ങൾ പുറത്തു വിടാറില്ല. അവർ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോൺ വൂൾഫ് മൈൻഡ് സെറ്റുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വളരെ ക്രിയേറ്റീവായ സൊല്യൂഷൻസിന് പിറകെ പോകുന്ന ആൾക്കാരാണ്. അതായത് നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് പുതിയൊരു പരിഹാരം ഉണ്ടാക്കുക. ഈ പ്രശ്നങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് ജീവിതത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻസ്, അതിന് നമ്മൾ ഫിക്സുകൾ എന്നൊക്കെ നമുക്ക് വേണം പറയാം. അതായത് ജസ്റ്റ് ആ ഒരു ഇരുട്ടോണ്ട് ഓട്ടയടച്ച് തൽക്കാലം ഇതിനൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നാൽ പെർമനൻ്റ് ആയ സൊല്യൂഷൻസ് ഉണ്ട്. പെർമനൻ്റ് ആയ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രശ്നത്തിന് അടുത്ത ലെവലിൽ നിന്നുകൊണ്ട് വേണ്ടി വരും സൊല്യൂഷൻ ഉണ്ടാക്കാൻ. അപ്പോഴാണ് ആ പ്രശ്നം എന്നേക്കുമായിരുന്നു റൂട്ടിൽ നിന്നാണ് പ്രശ്നത്തെ ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ ഒരു വേരിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ള ചികിത്സ കൊടുക്കുന്ന രീതിയാണ് ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കുണ്ടാവുക. സിഗ്മ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ലോൺ വൂൾഫ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കുണ്ടാവുക. അവരാദ്യം ചെയ്യുക എന്താണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുകയാണ്. കാരണത്തിനിട്ടാണ് ആദ്യത്തെ സൊല്യൂഷൻ അവർ കൊടുക്കുക. ആ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രശ്നം ആ വഴിയിൽ ഇല്ലാതാക്കും. അങ്ങനെ ക്രിയേറ്റീവായി ചിന്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നവരാണ് ഈ കൂട്ടർ. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പൊതുവെ കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കുന്നവരായിരിക്കില്ല എന്നതാണ്.
അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് സംഭവമായാലും ശരി, അതിനെ ആ ഒരു ജസ്റ്റ് ഒരു ഇവൻ്റായിട്ട്, ആ ഒരു സാഹചര്യത്തിൻ്റെ പ്രൊഡക്റ്റായിട്ട് മാത്രം കാണാൻ ഇവർക്ക് സാധിക്കും. അതിനെ പേഴ്സണലായ ഒരു അറ്റാക്കായിട്ട് എടുക്കാൻ ഇവർക്ക് സാധിക്കാറില്ല. ഏതൊരു മനുഷ്യനും പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെക്കാൾ വളരെ കുറവായിട്ടാണ് ഇവർ പേഴ്സണൽ പ്രോബ്ലംസിനെ പേഴ്സണലായിട്ട് എടുക്കുന്നത്. നേരെ മറിച്ച് അവർ ആ ഒരു സാഹചര്യത്തിൻ്റെ പ്രശ്നമായിട്ട് കണ്ടിട്ട് അതിനെ എന്നേക്കുമായി ഇനി വരാത്ത രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനാണ്, പെർമനൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുക. അതാണ് ഇവിടെ 4ാമത്തെ പ്രത്യേകത. ഇനി 5ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും യുണീക്കായ ചില ഹോബികൾ ഇവർക്കുണ്ടാകും എന്നതാണ്. അതായത് ഹോബി എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുക, വിനോദം എന്നാണ് ലളിതമായിട്ടുള്ള അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. വിനോദത്തിൻ്റെ പ്രത്യേകത നമുക്കതിൽ നിന്ന് ആനന്ദം കിട്ടുന്നു എന്നതാണ്. എന്നാൽ ഇത്തരം ലോൺ വോൾഫ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് പലപ്പോഴും യുണീക്കായ ഹോബികളായിരിക്കും ഉണ്ടാവുക. ആ യുണീക്കായ ഹോബിയിൽ ആനന്ദം മാത്രമല്ല ഒരർത്ഥം കൂടി അവർ കണ്ടെത്തുന്നുണ്ടാകും. അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ അവർക്ക് സാധിക്കും. ഉദാഹരണം, ഒരാൾ നാണയ ശേഖരം ഹോബിയായിട്ട് എടുക്കുമ്പോൾ എന്താണ് നാണയം ശേഖരിക്കുന്നത് കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അയാളോട് ചോദിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു മറുപടി അയാൾക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ആ നാണയത്തിൻ്റെ വാല്യൂ ആണോ, ആ നാണയത്തിലുള്ള ആ കലക്ഷനിലുള്ള ത്രില്ലാണോ അയാൾ ആസ്വദിക്കുന്നത്, അതുപോലെ തന്നെ ആ പഴമയെ ആസ്വദിക്കുകയാണോ, എന്താണ് അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ലോൺ വോൾഫ് മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുന്നത്? അതാണ് ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രത്യേകത. ഇവർ ബേസിക്കലി ലോജിക്കലി തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് യുക്തിപരമായിട്ടാണ് ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുക. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, കാര്യങ്ങളെ പേഴ്സണലായിട്ട് ഇവർ അധികം എടുക്കാറില്ല എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റിയാണ്. എന്തുകൊണ്ട് ആ കാര്യം സംഭവിച്ചു, എങ്ങനെ സംഭവിക്കുന്നു, എന്തിനാണ് സംഭവിക്കുന്നു എന്ന രീതിയിൽ ഒരു കാര്യത്തെ വിശകലനം ചെയ്യാൻ ഇക്കൂട്ടർക്ക് കൂടുതൽ നന്നായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ക്രിയേറ്റീവായ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങളെ പേഴ്സണലായിട്ട് എടുക്കാതെ ആ ഒരു സംഭവത്തെ ആ ഒരു സംഭവമായി മാത്രം കാണാൻ ഇവർക്ക് സാധിക്കുന്നത്. അങ്ങനെ കൂടുതൽ മെച്യൂറായിട്ട് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടുന്നതും ആ ഫ്രണ്ട്സ് എല്ലാം ഇവരെ വിശ്വസിക്കുന്നു. കാരണം കാര്യങ്ങളെ ഇമോഷണലായിട്ട് എടുക്കുന്നവരല്ല ഇക്കൂട്ടർ. ഇത്തരം ചില പ്രത്യേകതകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ വോൾഫ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ. ആ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് പുതിയ ജനറേഷനിലുള്ള ആളുകൾ ഇവരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്നത്. കാരണം അവരാഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം, അവരാഗ്രഹിക്കുന്ന ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഫ്രീഡം ഇതിവർക്ക് കിട്ടുന്നുണ്ട്. കാരണം അത് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനാണ് ഈ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന കാരണം, നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കും ഇതേ മൈൻഡ് സെറ്റോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇതേ മൈൻഡ് സെറ്റോടുകൂടി ജീവിക്കുന്നതിൻ്റെ പ്രത്യേകത അഥവാ അതിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ മീനിങ് എന്താണെന്ന് അവർക്കറിയാം. അവരുടെ ജീവിതത്തിൻ്റെ കോഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ അതെങ്ങോട്ടാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവനവനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എളുപ്പമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മളൊരു കണ്ടൻറ്റായിട്ട് തന്നെ ചെയ്ത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.